ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് ശേഷം ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആഗോളതലത്തിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട് ഇറാന്റെ ഈ തീരുമാനം. 21 നോട്ടിക്കൽ മൈൽ വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെയാണ് ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളുടെ എണ്ണ ലോക വിപണിയിൽ എത്തുന്നത്. ഒരു ദിവസം ഏകദേശം 20-21 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഈ കടലിടുക്കിലൂടെ പുറം ലോകത്ത് എത്തുന്നത്. ഇത് പ്രതിദിന ആഗോള എണ്ണ ഉപഭോഗത്തിൻ്റെ 1/5 വരും. അതുകൊണ്ട് തന്നെ ഇറാന്റെ തീരുമാനം ഭാവിയിൽ എണ്ണ വില ഉയർത്തുമെന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. എന്താണ് ഈ കടലിടുക്ക്, അല്ലെങ്കിൽ സ്ട്രൈറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും? നമുക്കറിയാവുന്ന ഒരു കടലിടുക്കിലൂടെ നമുക്കത് വ്യക്തമായി പഠിച്ചെടുക്കാം. ചിത്രത്തിൽ 2 കരഭാഗങ്ങൾ തന്നിട്ടുണ്ട്, ഇന്ത്യയും ശ്രീലങ്കയും. കൂടാതെ ഗൾഫ് ഓഫ് മാന്നാറും ബേ ഓഫ് ബംഗാളും നമുക്ക് കാണാൻ സാധിക്കും. ഗൾഫ് ഓഫ് മാന്നാറിനെയും ബേ ഓഫ് ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ 2 കരഭാഗങ്ങൾക്കിടയിൽ ഒരു ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയെയാണ് നമ്മൾ സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. ഗൾഫ് ഓഫ് മാന്നാറിനെയും ബേ ഓഫ് ബംഗാളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ട്രൈറ്റിനെയാണ്, കടലിടുക്കിനെയാണ് പാക് സ്ട്രൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിടുക്കും പാക് സ്ട്രൈറ്റ് തന്നെയാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ കടലിടുക്കുകളുണ്ട്. അതിലൊന്നാണ് ഹോർമൂസ് കടലിടുക്ക്. ഇത് പേർഷ്യൻ ഉൾക്കടലിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്നു. റഷ്യയെയും അമേരിക്കയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്നത് ബെറിംഗ് സ്ട്രൈറ്റിലൂടെയാണ്.